ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ വിഷുവിൻ്റെ തലേന്നത്തെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ സമയം ഇപ്പം രാവിലത്തെ പരിപാടീസ് കുറേ തൂപ്പും തുടയും തുണി കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് രാജേഷൻ്റെ വീട്ടിൽ വിട്ടതിന് ശേഷം ഞാനും രാജേഷനും കൂടെ വിഷുവിൻ്റെ തലേന്ന് വൈകുന്നേരമല്ല കേട്ടോ, സമയം ഇപ്പോൾ എന്തോ 1 മണിയൊക്കെയാണ്, ഞങ്ങൾ ടൗണിലോട്ട് ഇറങ്ങി കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വിഷുവിന് കണിയൊരുക്കാൻ. ആദ്യം തന്നെ കണിക്കൊന്ന ആട്ടോ വാങ്ങിച്ചത്. ആ കണിക്കൊന്ന ആദ്യം നമ്മൾ വാങ്ങിച്ചതിന് മാത്രം നമുക്ക് വിഷു അടിപൊളിയായിരുന്നു, ഐശ്വര്യമായിരുന്നു. വിഷു കണി ഒരുക്കിയതും സൂപ്പറായിട്ട് ഒരുക്കാൻ പറ്റി കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോസ് ഇടുന്ന വിഷുവിന് കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ. വിഷുവിൻ്റെ വീഡിയോ അത് കഴിഞ്ഞിടാം. അപ്പം ആദ്യം തന്നെ 50 രൂപയ്ക്ക് വിഷു മറ്റേ നമ്മുടെ കണിക്കൊന്നയൊക്കെ കിട്ടി. അതിന് ശേഷം 50 രൂപയായി കേട്ടോ അത്രയും കണിക്കൊന്നയിൽ. പണ്ടൊന്നും അങ്ങനെയല്ല, നമുക്ക് നാട്ടിലൊക്കെ കിട്ടി. ഇപ്പം നാട്ടിൽ കിട്ടാനില്ലാത്തതുകൊണ്ട് അതും കാശ് കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയായി ഞങ്ങൾക്ക്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബെഡാ ബസാറിൽ കയറി കേട്ടോ. നമ്മുടെ ചേർത്തല KSRTC സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് ബെഡാ ബസാർ. എൻ്റെ കയ്യിൽ ഇത് ഇതുപോലത്തെ ചില്ലിൻ്റെ പാത്രം കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ വല്ല പായസമോ ഐസ്ക്രീമോ ഒക്കെ കൊടുക്കാനായിട്ട് ഒരു പ്രാവശ്യം എടുത്തപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ടീപ്പോ വാങ്ങിച്ചു കേട്ടോ. നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ബുക്സ് വെക്കാനായിട്ടൊരു സെൽഫില്ല നമ്മുടെ ഈ വീട്ടിൽ, സെൽഫൊന്നുമില്ല റൂമിലൊന്നും കേട്ടോ. അപ്പോൾ നമുക്ക് ആണി അടിച്ച് സെൽഫ് പിടിപ്പിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇതുപോലൊരു ടീപ്പോ വാങ്ങിച്ചു കേട്ടോ. വലിയ വിലയൊന്നുമില്ല, പ്ലാസ്റ്റിക്കിൻ്റെയാണ്, നമുക്ക് ഒതുക്കി എടുക്കുകയും ചെയ്യാം, പെട്ടെന്ന് നമുക്ക് ഫിറ്റ് ചെയ്യാം. പിന്നെ ദേ ഇതുപോലത്തെ പാത്രങ്ങൾ, ഇങ്ങനെ പേന പെൻസിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇതുപോലെ പേനയും പേപ്പറും നമുക്ക് കിച്ചണിലോട്ട് നൈഫൊക്കെ ഇട്ട് കത്തിയൊക്കെ ഇട്ട് വെക്കാനും കത്തിയും സ്പൂണും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പല യൂസിന് ഉപയോഗിക്കാം. ബ്രഷും പേസ്റ്റ് അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. പെൻസിൽസ്, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ പെൺകുട്ടികളുടെ ബുഷൊക്കെ ഇല്ലേ, ക്ലിപ്പ് ബുഷ്, എന്തും ഇട്ട് വെക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. കൊള്ളാം കേട്ടോ. വലിയ വിലയും ഇല്ല, 49 രൂപയേ ഉള്ളൂ, 49 50 എങ്ങാണ്ടൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതെന്തായാലും ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടിനും ഇനി പെൻസിലും കാര്യങ്ങളൊക്കെ ആ ഒരു മേശപ്പുറത്ത് ബുക്സൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വാരി വലിച്ചിടുകയോ ബോക്സിൻ്റെ പുറത്തിടേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. എനിക്കിതാണ് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് തോന്നിയത്. ഒരു പൂവൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അത് വാങ്ങിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ബെഡാ ബസാറിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാരി എടുക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ തീരുമാനിച്ചാൽ വന്നത്, ആവശ്യമുള്ള 1-2 സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇങ്ങ് പോരാവുന്നു കേട്ടോ. പിന്നെ ഈ ടിന്ന് അണ്ണന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അണ്ണനാ പറഞ്ഞ ഒരു ടിന്ന് വാങ്ങിക്കാവുന്ന, കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ചിപ്സൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ വീട്ടിൽ വെക്കുന്നുണ്ട്. ഇച്ചിരിച്ചേ ഉണ്ടാക്കുള്ളൂ, കണ്ടമാനം ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയില്ല. കുറേശ്ശെ ചിപ്സും കപ്പയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മളൊരു ടിന്നിലോട്ടാണ് ഇടുന്നത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു ടിന്നിലിട്ട് വെക്കാമല്ലോ. ഇത് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ച് ഇതുപോലൊരു ടിന്നിലിട്ട് വെക്കാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പോകാൻ സമയം പോകുന്നു, കാരണം അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല. പിന്നെയും ചറപറ സാധനങ്ങൾ എടുത്ത് കൂട്ടും. അത് കഴിഞ്ഞതേ നമ്മുടെ ചേർത്തല അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തൊട്ട് പറ്റേ തന്നെ ഒരു പൂക്കടയുണ്ട്. ഞാൻ ആ ചേച്ചിയായിട്ട് നല്ല കൂട്ടാണേ. ആ ചേച്ചിയുടെ അടുത്ത് ഒരുപാട് കൃഷ്ണ വിഗ്രഹം കേട്ടോ. എനിക്ക് കൊത്തി വന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ടാണ് പോയത്. മുല്ലപ്പൂവും കുറച്ച് റോസാപ്പൂവും എല്ലാം വാങ്ങിക്കാനായിട്ടാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ പുറകിൽ വന്നപ്പോൾ ഒരു ചേട്ടൻ കൊട്ടയിൽ ജമന്തി ഇങ്ങനെ വിൽക്കുന്നു കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം ഈ ചേട്ടൻ്റെ നാട്ടോ ഞാൻ ജമന്തി വാങ്ങിച്ചത്. അങ്ങനെ ആ ജമന്തി വാങ്ങിച്ചു. പിന്നെ ഒരു കുഞ്ഞ് കണ്ണനെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. എനിക്ക് രാജേഷൻ്റെ വീട്ടിൽ കണി കാണാൻ അവിടെ അമ്മയ്ക്ക് ഫോട്ടോയേ ഉള്ളൂ എന്നൊക്കെ എപ്പോഴും പറയും. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത്തവണ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് കണ്ണൻ കേട്ടോ, വലുതൊന്നുമല്ല, അവിടെ വെക്കാനും സൗകര്യം കുറവായതുകൊണ്ട് വലിയ കണ്ണനെ വാങ്ങിച്ചാൽ അത് അവിടെ വെക്കാനും പിടിക്കാനും സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞ് കണ്ണനെ ആട്ടോ വാങ്ങിച്ചു കൊടുത്തത്. നല്ലത് ഈ കണ്ണനെ ആട്ടോ, ആ കൊച്ചു പിടിച്ചിരിക്കുന്നുണ്ട്, ആ കണ്ണനെയാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. വലിയ വിലയൊന്നും ഇല്ല കേട്ടോ, പക്ഷേ നല്ല കനമുണ്ട്. ഞാൻ
ഞാൻ 2 വർഷം മുമ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ണനെ വാങ്ങിച്ചത്. പക്ഷെ അതിന് അത്ര വലിയ കനവില്ല. അതിനുശേഷം ചക്ക വാങ്ങിച്ചു, കണി വെക്കാനായിട്ട് ചക്ക, ഒരു കുഞ്ഞ് ചക്ക വാങ്ങിച്ചു. ചക്കയൊക്കെ വാങ്ങിച്ച് എല്ലാം വാങ്ങിച്ചു കേട്ടോ. കണി വെക്കാനുള്ള എല്ലാ ഐറ്റംസും വാങ്ങിച്ച് നമ്മുടെ സഞ്ചിയിലൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ഗാന്ധീസ്, ചേർത്തല ടൗൺ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഗാന്ധീസ്. എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ കഴിക്കാം. ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടോ ബിരിയാണി, എനിക്ക് ചെറിയ റൈസിൻ്റെ ബിരിയാണിയോട് അത്ര ഇഷ്ടമില്ല. എനിക്ക് വലിയ റൈസാട്ടോ ഇഷ്ടം. രാജേഷന് ഈ ബിരിയാണി അത്ര ഇഷ്ടമല്ല. രാജേഷന് നമ്മുടെ ഒണിയൻ, KSRTCയുടെ ഓപ്പോസിറ്റുള്ള ഒണിയനിലെ ബിരിയാണി ആട്ടോ ഇഷ്ടം. എനിക്ക് ഇവിടുത്തെ ബിരിയാണിയാണ് ഇഷ്ടം. ഹാഫ് ബിരിയാണി ആട്ടോ ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്ത. പിന്നെ അവിടുത്തെ കടയിലെ ഓണർ 2 കപ്പലിൻ്റെ മിഠായി തന്നു കേട്ടോ. വിഷു കൈനീട്ടമാണെന്നും പറഞ്ഞ് ഫ്രീ ആയിട്ട്. അന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ള മിഠായി, ഇതുപോലത്തെ കപ്പലിൻ്റെ മിഠായി പോലത്തെ കുറേ ഉണ്ട് കേട്ടോ, അത് എടുക്കാം, അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. 1, 2, 3, 4 എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീട്ടിൽ വന്നു. അവർക്ക് മേടിച്ച ടീപ്പോ, കുഞ്ഞുങ്ങൾക്ക് 2 പേർക്ക് ബുക്സൊക്കെ വെക്കാനായിട്ടുള്ള ടീപ്പോ. പൊന്നുകുട്ടിക്ക് ബുക്സ് വെക്കാൻ വേണ്ടി പൊന്നുകുട്ടി LKGയിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു മേശ പണിതായിരുന്നു കേട്ടോ. തടി കൊടുത്ത് മേശ പണിതിരുന്നു. ആ മേശയിലാണ് ഇപ്പോൾ ഭഗവാന്മാരെ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭഗവാന്മാരെ നിലത്ത് വെക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ 8 സെൽഫും ഇല്ല, എനിക്ക് അവരെ വെച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ആ സെൽഫ് ഭഗവാന്മാരെ വെക്കാനായിട്ട് എടുത്തത് കൊണ്ട് പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും ബുക്സ് വെക്കാൻ സ്ഥലമില്ല. നേരത്തെ താമസിച്ചപ്പോഴും അവർ ബുക്സ് വെച്ചുകൊണ്ടിരുന്നത് അവിടെയായിരുന്നു കേട്ടോ. ഈ ഭഗവാന്മാരെ വെച്ചിരുന്ന മേശയുടെ പുറത്തായിരുന്നു. പക്ഷെ ഇവിടെ സെൽഫ് എന്ന് പറഞ്ഞ കാര്യമില്ല. അടുക്കളയിലുണ്ട് കേട്ടോ, കിച്ചണിലുണ്ട്. കണ്ടോ, ആ ഒരു മേശയായിരുന്നു. പെയിൻ്റ് അടിച്ചാട്ടോ ഞങ്ങൾ. എന്നിട്ട് ആ മേശയായിരുന്നു ബുക്സ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഭഗവാന്മാരെയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവർക്കത് പറ്റത്തില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ 2 പേരും മുറ്റത്തിരുന്ന് എന്തൊക്കെയോ പരിപാടിയാണ് കേട്ടോ, കളിയും ചിരിയും. ഞങ്ങൾ എന്തൊക്കെ മേടിക്കാൻ പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനോടും എന്നോടും. കണ്ണൻകുട്ടൻ എന്ത് വാങ്ങിച്ചു പുറത്ത് പോയിട്ട് എന്നൊക്കെ. ഞങ്ങളങ്ങനെ ഡ്രസ്സ് എടുത്തോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം ഒന്ന്, എനിക്ക് വിഷു ഇല്ല ഈ പ്രാവശ്യം. എനിക്ക് വിഷു ഇല്ല. എൻ്റെ മാമൻ മരിച്ചിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളായിട്ട് അങ്ങനെ വിഷു ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല. കണിയൊരുക്കി കുഞ്ഞുങ്ങളെ കണിയൊരുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. കണിയൊരുക്കി കുഞ്ഞുങ്ങളെ കണി കാണിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നന്നായിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് കണിയൊരുക്കും കേട്ടോ. നേരത്തെയൊക്കെ ചുമ്മാ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കത്തുള്ളൂ. എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. ഇനിയും കുറേയൊക്കെ കൂടെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ട് കേട്ടോ. കണിയൊരുക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് കണിയൊരുക്കാൻ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി ചായയൊക്കെ അവിടെ നിന്ന് കുടിച്ചിട്ട് കുറച്ച് കമ്പിത്തിരി എടുത്തുകൊണ്ട് പോന്നു കേട്ടോ. ഞങ്ങളായിട്ട് പടക്കമൊന്നും വാങ്ങിച്ചില്ല. അവിടെ അനിയൻ വാങ്ങിച്ച് വെച്ചതിന് കുറച്ച് കമ്പിത്തിരി കണ്ണൻകുട്ടനെ സന്ധ്യയ്ക്ക് നമുക്ക് ഇവിടുന്ന് കത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് 2 കൂട് കമ്പിത്തിരി എടുത്തുകൊണ്ട് പോന്നു കേട്ടോ. അങ്ങനെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം എല്ലാ വീടുകളിലും കാണുമല്ലോ, വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ വിഷുവിൻ്റെ തലേദിവസം രാത്രിയിലും വിഷുവിൻ്റെ അന്ന് രാത്രിയിലും അല്ലേ പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ കണ്ണൻകുട്ടന് വേണ്ടി ഇങ്ങനെ കമ്പിത്തിരി വാങ്ങിച്ചുകൊണ്ട് വന്നു അനിയൻ മേടിച്ച് വെച്ചിരുന്നതിൽ. അങ്ങനെ രാജേഷൻ ആദ്യം ഒന്ന് കത്തിച്ച് നോക്കുകയാണ് കേട്ടോ. വീട്ടിൽ നമ്മൾ ആ വിളക്കിൽ നിന്ന് കത്തിക്കുന്നതൊരു ഇതാന്ന് പണ്ടൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ വേണമെന്നൊക്കെ. നിലവിളക്കിൽ നിന്ന് കത്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ രാജേഷണ്ണൻ കമ്പിത്തിരി കത്തിക്കുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ കമ്പിത്തിരി കത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ പുറകെ ഒരാൾ വെച്ച് പിടിച്ച് പോകുന്നുണ്ട്. കണ്ണൻകുട്ടന് ഒരു പേടിയില്ല കേട്ടോ, പടക്കം പൊട്ടിക്കാനും ഒന്നും. പടക്കമൊന്നും പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവന് കമ്പിത്തിരി കത്തിക്കാനൊന്നും ഒരു പേടിയില്ല. അങ്ങനെ ഞാൻ മേടിച്ചൊന്ന് ഇതാക്കി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ. പടക്കം പൊട്ടുന്നതൊന്നും ഞാൻ ചെയ്യത്തൊന്നുമില്ല. ഇതുപോലെ കമ്പിത്തിരിയിലാത്തിരി മത്താപ്പൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അങ്ങനെ കണ്ണൻകുട്ടൻ്റെ കമ്പിത്തിരിയൊക്കെ കത്തിക്കുകയാണ്. പൊന്നുകുട്ടിക്ക് പേടിയാട്ടോ, പൊന്നുകുട്ടി കമ്പിത്തിരി പോലും കത്തിക്കത്തില്ല. പിന്നെ ഞങ്ങൾ വഴക്കിട്ടിട്ട് എങ്ങാണ്ട് ഇങ്ങനെ കമ്പിൽ കുത്തി വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ കത്തിച്ചു കേട്ടോ. ഭയങ്കര പേടി. ആ വശത്ത് വരത്തില്ല. നോക്കി ഇവിടെ എങ്ങാനും നിൽക്കൊണ്ടോന്ന് നോക്കി. ഒന്നും അകത്താണ് കേട്ടോ, അകത്ത് മാറി നിൽക്കുക. ഭയങ്കര പേടിയാണ് ആൾക്ക്. എന്താ സംഭവം എന്നറിയത്തില്ല. ഇത് അകത്ത് മാറി നിൽക്കുകയാണ്. പുറത്തോട്ട് വരാൻ പറഞ്ഞിട്ട് പോലും വരത്തില്ല കേട്ടോ. ഇങ്ങനെ പടക്കം തീ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പൊന്നൂസിന് ഭയങ്കര പേടിയാട്ടോ. നമ്മൾ വിളക്ക് കത്തിക്കുകയോ വിളക്ക് കെടുത്താൻ പറഞ്ഞാൽ കെടുത്തുവോ മെഴുകുതിരി കത്തിക്കുകയോ അങ്ങനെ ഒരു കാര്യവും തീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കുഞ്ഞ് ചെയ്യത്തില്ല. കുഞ്ഞിന് പേടിയാട്ടോ.
അങ്ങനെ ഞങ്ങൾ എന്താ വിളക്കൊക്കെ കത്തിച്ച് വിളക്കെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലാണ് ഞങ്ങൾ വിഷു ആഘോഷിക്കുന്നത്. രാകേഷൻ്റെ വീട്ടിലാണ് വിഷു ആഘോഷിക്കുന്നത്. ആഘോഷമെന്ന് പറയാനൊന്നുമില്ല. അനിയൻ കുറേ പടക്കം വാങ്ങിച്ച് വെച്ച്, 2 അനിയന്മാരും കൂടെ കുറേ പടക്കം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഞാനും അങ്ങോട്ട് പോവുകയാണ്. ഇത് രാകേഷൻ്റെ വീടും കുടുംബവുമാണ് കേട്ടോ. രാകേഷൻ്റെ ചിത്തിയുടെയും ചിറ്റപ്പൻ്റെയും വീടാണ്, അത് കുടുംബം. ഇപ്പുറത്താണ് രാജേഷൻ്റെ വീട്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് രാജേഷൻ്റെ വീട്ടിലാണ് നമ്മൾ വിഷുവൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെയും കുറേ പടക്കമുണ്ട്, അവിടെയും കുറേ പടക്കമുണ്ട്. ഈ ഇരിക്കുന്നത് രാജേഷൻ്റെ ഒരനിയൻ്റെ മോനാണ് കേട്ടോ. അപ്പു എന്നാണ്. പൊന്നുകുട്ടിക്കും കണ്ണൻകുട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൂനെ. അപ്പുവണ്ണൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ണൻകുട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവർ എന്താ രാകേഷണ്ണും രാജേഷൻ്റെ അനിയനും അപ്പുവും പിന്നെ വേറൊരു അനിയനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ കുടുംബത്തെ, പിന്നെ ചിറ്റപ്പനും എല്ലാവരുമായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ വിഷു അവരുടെ ആഘോഷം. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കൂട്ടത്തിൽ നിൽക്കും, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും, പിന്നെ ഇടയ്ക്ക് പോയി കമ്പിത്തിരി കത്തിക്കും. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് കേട്ടോ. അവർ കത്തിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഞാൻ പുറത്ത് അവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ പുറത്ത്, അനിയനാണെങ്കിലും എന്തൊക്കെയോ മേളിൽ പോയി പൊട്ടുന്ന പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കയ്യിൽ കത്തിച്ചിട്ട് എറിയുക, മേളിൽ പോയി പൊട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു. മേളിലോട്ട് ഞാൻ എടുക്കുന്നതിന് മുമ്പ് അതവിടെ തീരും കേട്ടോ. കുറേ പടക്കങ്ങൾ സത്യം പറഞ്ഞാൽ എങ്ങനെ ഇത് പൊട്ടിച്ച് തീർക്കുമെന്ന് പോലും അറിയത്തില്ല. 10-12 മണി വരെ ഇരുന്ന് പടക്കം പൊട്ടിച്ചെന്ന് പറയാം കേട്ടോ. ഒത്തിരി മാത്രം പടക്കം ഉണ്ടായിരുന്നു. ഈ മേളിൽ പോയി പൊട്ടുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ പോകും കേട്ടോ. ഇത് ഇത്രയും പടക്കം, ഇത് കൂടാതെ ഇനിയും ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങളുടെ രാജേഷൻ്റെ വീട്ടിലും ഇരിക്കുന്നു, അനിയൻ്റെ വീട്ടിലും ഇരിക്കുന്നു, കുറേ പടക്കം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും പടക്കമൊന്നും വാങ്ങിച്ചില്ല ഇത്തവണ. ചക്രം കത്തിക്കുകയാണ്. ചക്രമൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇതുപോലെ മത്താപ്പൊക്കെ നിരത്തി വെച്ച് കത്തിച്ച് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് കത്തിക്കുമായിരുന്നു ഇതുപോലെ മത്താപ്പ്. ഇത് ഞങ്ങളുടെ കുടുംബമാണ്. കുടുംബത്തിൻ്റെ ഫസ്റ്റ് വിഷു ആണ് കേട്ടോ. വീട് വെച്ചിട്ടുള്ള ഫസ്റ്റ് വിഷു ആയതുകൊണ്ട് കുടുംബത്ത് മേളിൽ ടെറസിൻ്റെ മേളിലെല്ലാം മത്താപ്പും കൂടെ നിരത്തി വെച്ചിട്ട് ഇതുപോലെയൊക്കെ കത്തിച്ചു കേട്ടോ. ഞാനും ഉണ്ട് മേളിൽ കേട്ടോ. ഞങ്ങളെല്ലാവരും മേളിൽ നിന്ന് അങ്ങനെ കത്തിച്ചു. ആ സമയം കൊണ്ട് ഇവിടെ രാജേഷൻ്റെ അമ്മ കണിയൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ കൊടുത്ത കൃഷ്ണൻ എങ്ങനെയുണ്ട്, കൊള്ളാമല്ലോ നമ്മുടെ കുഞ്ഞിക്കണ്ണനെ കാണാനായിട്ട്. അപ്പോൾ കുഞ്ഞിക്കണ്ണന് മാലയൊക്കെ ചാർത്തി മുല്ലപ്പൂ വാങ്ങിച്ചത് ഇത് അനിയൻ വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടോ. ഗുരുവായൂരുന്നൊരു കുഞ്ഞി കൃഷ്ണൻ കേട്ടോ. എനിക്ക് കണ്ടിട്ട് കൊത്തിയായി കേട്ടോ ആ കൃഷ്ണനെ, കുഞ്ഞി കൃഷ്ണൻ. അങ്ങനെ ഞങ്ങൾ പടക്കം പൊട്ടിക്കലും രാത്രിയിലത്തെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി നാളെ രാവിലെ കണി ഒരുക്കണമല്ലോ. കണിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ച് ഞങ്ങൾ 4 പേരും കൂടെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. രാജേഷന് ഭയങ്കര ഹാപ്പിയാട്ടോ. കാരണം രാജേഷൻ്റെ അനിയനൊക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ 3-4 ആണുങ്ങളെല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ചിരിയും കളിയും പടക്കം പൊട്ടിക്കലും നല്ല ഹാപ്പി മൊമെൻറ്റ്സാണ് അതൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.